പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു പോകുമോ? അങ്ങനെ സിറ്റി വിട്ടു പോവുകയാണെങ്കിൽ സിറ്റിയുടെ അടുത്ത പരിശീലകൻ ആരായിരിക്കും? സിറ്റി മാനേജ്മെന്റ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിറ്റി മാനേജ്മെന്റിന്റെ റഡാറിലുള്ള 3 കോച്ചസ് ആരൊക്കെയാണ്? ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത്, എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തത്, മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. മാഞ്ചസ്റ്റർ സിറ്റിയെ നിലവിൽ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള പരിശീലകനാണ് പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോളയുടെ കീഴിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് നേടിയത്, തുടരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയത്. അത് മാത്രമല്ല, ട്രിബിൾ വരെ അവർ സ്വന്തമാക്കി. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് വലിയ ചരിത്രമുള്ള ഒരു ക്ലബ്ബല്ല, അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗ് നേടിയിട്ടില്ല കൂടുതൽ, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് കൂടുതൽ നേടിയിട്ടില്ല. ഇങ്ങനെ ഉള്ള ക്രിറ്റിസിസം ഒക്കെ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ ക്രിറ്റിസിസം ഒന്നുമില്ല. ആരാധകരെ സംബന്ധിച്ച് അവരെ പല ആരാധകരും കളിയാക്കിയിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെ കളിയാക്കണമെന്നില്ല, കാരണം അവർ ഏറെക്കുറെ എല്ലാ കോമ്പറ്റീഷനും എല്ലാ ട്രോഫിയും തൂക്കിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ മാറ്റിയിട്ടുള്ളത് പെപ് ഗാർഡിയോള എന്ന മനുഷ്യനാണ്. ബയേൺ മ്യൂണിക്കിൽ നിന്ന് പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗ്രാഫ് താഴേക്ക് പോയിട്ടേ ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ എല്ലാം മാറി. കഴിഞ്ഞ സീസണിൽ ഒരു ട്രോഫി പോലും അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പെപ് ഗാർഡിയോള മാനേജ്മെന്റ് എടുത്ത് പറഞ്ഞു, ഒരു റീബിൽഡ് ആവശ്യമുണ്ട്. ഈ ഒരു ടീമിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെടുക്കണം, കുറച്ച് താരങ്ങളെ മാറ്റണം, കുറച്ച് താരങ്ങളെ ആഡ് ചെയ്യണം, ടീമിനെ ഒന്നുകൂടെ റീബിൽഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏറെക്കുറെ 14ഓളം താരങ്ങളെ മാൻ സിറ്റി മാനേജ്മെന്റ് പെപ് ഗാർഡിയോളയ്ക്ക് എത്തിച്ചു കൊടുത്തു. അതായത് ഒരു കോച്ചിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു മാനേജ്മെന്റ്, ആ പ്ലെയറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിലും വലുതായിട്ട് ആ കോച്ചിന് ഒന്നും കിട്ടാനില്ല. അങ്ങനത്തെ ഒരു മാനേജ്മെന്റ് പെപ് ഗാർഡിയോളയ്ക്ക് കിട്ടി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജ്മെന്റ് പറയുന്ന താരത്തെ, അതായത് പെപ് ഗാർഡിയോള പറയുന്ന താരത്തെ അങ്ങ് തൂക്കി കൊടുക്കുമായിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ പെർഫോമൻസിന്റെ ഗ്രാഫ് വീണ്ടും താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ വലിയൊരു ടോപ്പ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ ടീമിനോട് വരെ തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അവസാനം കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നു 5 മാച്ചിൽ 1 വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ളത്. അപ്പോൾ മാൻ സിറ്റിയുടെ ഈ ഒരു മോശം പെർഫോമൻസ് ഒരു പക്ഷേ വരുന്ന സമ്മറോടുകൂടി സിറ്റിയും പെപ് ഗാർഡിയോളയും തമ്മിലുള്ള ആ ഒരു ബന്ധം അവസാനിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിലേക്ക് പലരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2027 വരെ മാൻ സിറ്റിയുമായിട്ട് പെപ് ഗാർഡിയോളയ്ക്ക് കോൺട്രാക്ട് ഉണ്ട്. പെപ് ഗാർഡിയോള ഒരിടത്തും പറഞ്ഞിട്ടില്ല താൻ വരുന്ന സമ്മറിൽ ടീം വിട്ടു പോകുമെന്ന്. എന്നാൽ സിറ്റി വരുന്ന സമ്മറിൽ പുതിയൊരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യുമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിലെ പെപ് ഗാർഡിയോളയുടെ അവസ്ഥ. ഇനി സിറ്റി പെപ് ഗാർഡിയോള പോവുകയാണെങ്കിൽ അടുത്തതായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള 3 കോച്ചസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിറ്റിയുടെ മാനേജ്മെന്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു ടീമിന്റെ പരിശീലകനായിട്ട് ഒരു 3-4 വർഷം ഒരു കോച്ച് നിൽക്കുകയാണ്. അന്നേരം ആ കോച്ച് പോകുന്ന സമയത്ത് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് വളരെ ഈസി ആയിട്ട് ഏതൊരു മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ 9-10 വർഷം ഒരു കോച്ചിന്റെ കീഴിൽ ഒരു ടീം കളിച്ചു കഴിഞ്ഞാൽ ആ കോച്ചിന്റെ സിസ്റ്റമായിട്ട് ആ ടീം അത്രയും അഡാപ്റ്റ് ആവും. ആ കോച്ചിന്റെ ആ ഒരു സിസ്റ്റത്തിനോട്, ആ ഒരു DNA ആ ഒരു ടീം മാറും. അപ്പൊ അങ്ങനത്തെ DNA മാറിയ ടീമിനെ പിന്നീട് ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും മികച്ച ഒരു പെർഫോമൻസ് ആ ടീമിനെ വെച്ച് നടത്തണമെങ്കിൽ അതേ സെയിം DNA ഉള്ള ഒരു കോച്ചിനെ ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. അതായത് പെപ് ഗാർഡിയോളയുടെ അതേ ശൈലിയുള്ള ഒരു കോച്ചിനെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അറിയാലോ, സർ അലക്സ് ഫെർഗൂസൺ പോയ സമയത്ത് അവർ പല കോച്ചിനെ കൊണ്ടുവന്നു, എല്ലാം പൊളിഞ്ഞ് പാളിച്ചായി. കാരണം എന്താ? കാരണം അലക്സ് ഫെർഗൂസന്റെ കീഴിൽ അത്രയും വർഷം അവർ കളിച്ചു. അപ്പോൾ അവർക്ക് ഒരു ടാറ്റിക്സ് കാണും, അവർക്കൊരു DNA കാണും. ആ ഒരു DNA ടീമിനെ കളിപ്പിച്ചാൽ മാത്രമേ റിസൾട്ടുകൾ വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം റിസൾട്ടുകൾ വരത്തില്ല. വലിയൊരു ഡൗൺഫോളിലേക്ക് പോകും. യുണൈറ്റഡ് അങ്ങനത്തെ ഒരു ഡൗൺഫോളിലേക്ക് പോയി. സിറ്റിയും അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് വളരെ സൂക്ഷിച്ചു മാത്രമേ ഒരു കോച്ചിനെ നിയമിക്കത്തുള്ളൂ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ് ഗാർഡിയോള പോവുകയാണെങ്കിൽ മാൻ സിറ്റിയുടെ പരിശീലക സ്ഥാനത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ പെപ് ഗാർഡിയോളയുടെ ഗെയിം സ്റ്റൈലുമായിട്ട് വളരെ സൂട്ടാകുന്ന, വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗെയിം സ്റ്റൈലുള്ള ഒരു കോച്ചിനെ ആയിരിക്കണം സിറ്റി കോച്ചാക്കേണ്ടത്. സിറ്റി മാനേജ്മെന്റ് നോട്ടമിട്ടിട്ടുള്ള 3 പരിശീലകരിൽ ആദ്യത്തെ ആള് എൻസോ മരസ്കയാണ്, മുൻ ചെൽസി കോച്ച്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള പെപ് ഗാർഡിയോളയുടെ ആ ഒരു ഗെയിം സ്റ്റൈലുമായിട്ട്
വളരെ സാമ്യമുള്ള ഒരു ഗെയിം സ്റ്റൈലാണ് എൻസോ മരസ്കയുടെ ഗെയിം സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഒരു ഗെയിം സ്റ്റൈലിൽ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തന്നെ ചെൽസിയെ വെച്ച് സക്സസ്ഫുൾ ആയിരുന്നു. അറിയാലോ, ചെൽസി വളരെ മികച്ച രീതിയിൽ കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുമാത്രമല്ല, അവർ ചെൽസിക്കൊപ്പം 2 ട്രോഫീസ് നേടിയിരുന്നു. അതും കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള PSG പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലബ് വേൾഡ് കപ്പ് ചെൽസിക്ക് നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ചാണ്. അദ്ദേഹത്തിന്റെ ഗെയിം സ്റ്റൈൽ പെപ് ഗാർഡിയോളായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈലാണ്. സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യാൻ അറിയാലോ, പെപ് ഗാർഡിയോളയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ടീമിലെ സൂപ്പർ താരങ്ങളെ ഒരേപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ താരത്തിന് കഴിയുന്നുണ്ട് എന്നതാണ് കോച്ചിന്. അപ്പോൾ എൻസോ മരസ്കയ്ക്കും അതിന് കഴിയും. അതുകൊണ്ട് തന്നെ സിറ്റി മാനേജ്മെന്റിന് ധൈര്യമായിട്ട് എൻസോ മരസ്കയെ കോച്ചാക്കാൻ കഴിയും. എൻസോ മരസ്ക സിറ്റിയുടെ അടുത്ത കോച്ചാകാനുള്ള സാധ്യതകൾ 60%. സിറ്റി മാനേജ്മെന്റ് രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് സാബി അലോൻസോയാണ്. കഴിഞ്ഞ റയൽ മാഡ്രിഡിന്റെ മുൻ പരിശീലകനായിട്ടുള്ള സാബി അലോൻസോ. ഈ ഒരു സീസണിന്റെ തുടക്കത്തിലായിരുന്നു സാബി അലോൻസോ റയലിന്റെ കോച്ചായത്. അവിടെ ട്രോഫീസോ കാര്യങ്ങളൊന്നും നേടിയിട്ടില്ല. അദ്ദേഹത്തെ സീസണിന്റെ പകുതിയിൽ റയൽ മാനേജ്മെന്റ് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ റയലിൽ കുറെ പ്രശ്നങ്ങളായതിനു ശേഷമാണ് അദ്ദേഹം റയൽ മാനേജ്മെന്റ് പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വിട്ടുപോയിട്ടുള്ളതാണെന്നും പറയുന്നു, മാനേജ്മെന്റ് പറഞ്ഞു വിട്ടതാണെന്നും പറയുന്നുണ്ട്, സാക്ക് ചെയ്തതാണെന്നും പറയുന്നുണ്ട്, സാബി സ്വയമേ ഇറങ്ങിപ്പോയതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു കോച്ചിന്റെ അവസ്ഥയുള്ളത്. അപ്പോൾ ഈ സാബി അലോൻസോയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം സ്റ്റൈൽ പെപ് ഗാർഡിയോളയുടെ ഗെയിം സ്റ്റൈലായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈൽ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സാബിയുടെ ആ ഒരു ലെവർകൂസനിലെ ഗെയിം കണ്ടിട്ടാണ് പല കോച്ചസും വലിയ ടീമുകളും കോച്ചാക്കാൻ വേണ്ടി സാബി അപ്രോച്ച് ചെയ്തത്. റയൽ മാഡ്രിഡ് കോച്ചാകാനുള്ള കാരണം അതാണ്. ഇംഗ്ലണ്ടിൽ ലിവർപൂൾ ഉൾപ്പെടെയുള്ള വമ്പൻ ടീമുകൾ ഈ സാബിയുടെ പുറകെ പോകാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം സ്റ്റൈലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബുണ്ടസ് ലീഗ കാണുന്ന ഒരാളല്ല. ഞാൻ ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്കിന്റെ എപ്പോഴെങ്കിലൊക്കെ മാച്ചസ് കണ്ടാലേ ഉള്ളൂ, അല്ലാതെ കാണത്തില്ല. ചാമ്പ്യൻസ് ലീഗിൽ കാണാറുണ്ട് ബയണിന്റെ മാച്ച്. എന്നാൽ ഞാൻ പോലും ലെവർകൂസന്റെ മാച്ച് ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും മികച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ആയിരുന്നു താരത്തിന്റെ കീഴിൽ ഒരു ലെവർകൂസൻ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാബിയെ അടുത്ത കോച്ചാക്കാനുള്ള ഒരു സാധ്യതകൾ 30% നിലവിൽ പറയപ്പെടുന്നത്. മൂന്നാമത്തെ പരിശീലകൻ സെസ്ക് ഫാബ്രിഗാസ് ആണ്. കോമോ എന്ന് പറയുന്ന ഒരു ടീമിലാണ് അദ്ദേഹം ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത്. സീരിയ ടീമാണ്, അതായത് ഇറ്റാലിയൻ സീരിയയിലെ ടീം. അവിടെ അവർ ഇപ്പോൾ 6ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ ആ ഒരു ടീം കളിക്കുന്നുണ്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ ഞാൻ ആ ടീമിന്റെ ഗെയിം ഒന്നും കണ്ടിട്ടില്ല. സെസ്ക് ഫാബ്രിഗാസ് ഏത് രീതിയിൽ പരിശീലിപ്പിക്കുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പോൾ സെസ്ക് ഫാബ്രിഗാസ് ഈ പെപ് ഗാർഡിയോളയുടെ ഗെയിം സ്റ്റൈലുമായിട്ട് സൂട്ടബിൾ ആകുന്ന ഒരു ഗെയിം സ്റ്റൈലാണ് ആ ഒരു ടീമിനെ വെച്ച് കളിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതാണ് സെസ്ക് ഫാബ്രിഗാസിനെ മൂന്നാമത്തെ പരിശീലകനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി മാനേജ്മെന്റ് എടുക്കാനുള്ള കാരണമെന്ന് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പരിശീലകർ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേത് എൻസോ മരസ്ക, അദ്ദേഹം കോച്ചാകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. രണ്ടാമത്തേത് സാബി അലോൻസോയാണ്. സാബി ഒരുപക്ഷെ ലിവർപൂളിന്റെ കോച്ചാകാനുള്ള സാധ്യതകളുണ്ട്. സിറ്റിയുടെ കോച്ചായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. സിറ്റി മാനേജ്മെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. മൂന്നാമത്തേത് സെസ്ക് ഫാബ്രിഗാസ് ആണ്. ഫാബ്രിഗാസിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. ഫാബ്രിഗാസിന്റെ ആ ഒരു ഗെയിം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സമയമില്ല പോയി കണ്ടിട്ട് വന്ന് വീഡിയോ ചെയ്യാം, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പോൾ ഫാബ്രിഗാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗെയിം സ്റ്റൈലും ഈ ഒരു പെപ് ഗാർഡിയോളയുടെ ഗെയിം സ്റ്റൈലുമായിട്ട് എവിടെയൊക്കെ ഒരു ചെറിയ സിമിലാരിറ്റി ഉള്ള ഒരു ഗെയിം സ്റ്റൈലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 3 കോച്ചസ് ആണ് നിലവിലെ മാഞ്ചസ്റ്റർ സിറ്റി മാനേജ്മെന്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള 3 കോച്ചസ്. പെപ് ഗാർഡിയോള വരുന്ന സമ്മറിൽ ടീം വിട്ടു പോകുമോ എന്ന് എൻ്റെ അടുത്ത് കേട്ട് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതകളില്ല. നിലവിൽ ഈ ഒരു സീസണിൽ ഇപ്പോൾ എല്ലാ ട്രോഫി കോമ്പറ്റീഷനിലും ഉണ്ട് ഈ മാൻ സിറ്റി. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്നൊക്കെ അവർക്ക് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു സീസൺ അടുത്ത സീസണിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയേക്കും. പെപ് ഗാർഡിയോളയുടെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് അദ്ദേഹം ഉറപ്പായിട്ടും കഴിഞ്ഞ സീസണിൽ ഈ ട്രോഫീസ് ഇല്ലല്ലോ. അപ്പോൾ ഈ സീസണിൽ ഒരു ബിഗ് ട്രോഫി അടിക്കാതെ അദ്ദേഹം ഒരിക്കൽ പടിയിറങ്ങാൻ സാധ്യതയില്ല. മാനേജ്മെന്റ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകാനുള്ള സാധ്യതയില്ല. പോയി കഴിഞ്ഞാൽ കോച്ചാക്കാനുള്ള സാധ്യതകളുള്ളത് ഈ 3 കോച്ചസിനാണ്. എൻസോ മരസ്കയ്ക്കാണ് കൂടുതൽ സാധ്യതകളുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. ഈ വീഡിയോ ഇതുവരെ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ വിത്ത് ഫുഡേൽ.